ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് INDA ഇന്ത്യ ഒരു മുന്നണിയുടെ പേരാണത്. 2023 ദേശീയവും പ്രാദേശികവുമായ 12ഓളം പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണത്. അവിടെ പ്രധാന ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യവും BJP NDA നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ നേരിടുക എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന് പുറമെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി, ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യു, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ DMK, തൃണമൂൽ കോൺഗ്രസ്, ഇങ്ങനെ ത്രൂ ഔട്ട് ഇന്ത്യയിലുള്ള മിക്കവാറും 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ കക്ഷികളും ചേർന്ന് ഏകദേശം 12ഓളം പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണിത് ആരംഭിച്ചതെങ്കിലും ക്രമേണ നിതീഷ് കുമാറും മറ്റു ചിലരും അതിൽ നിന്ന് വിട്ടുപോവുകയുണ്ടായി. കോൺഗ്രസ് മാത്രം പ്രധാന പാർട്ടിയായി അതിൽ അവശേഷിച്ചു. എങ്കിലും അപ്പോഴൊക്കെയും DMKയും അഖിലേഷ് യാദവും മറ്റും കൂടെ നിന്നു. ഏതായാലും BJPയെ ഒരു നല്ല പ്രതിപക്ഷം എന്ന നിലയിൽ നേരിടാൻ പോലുമാകാതെ ഇപ്പോൾ ആ മുന്നണി, ഇന്ത്യ മുന്നണി, അതിൻ്റെ അന്ത്യശ്വാസം വലിക്കുക എന്ന് പറഞ്ഞുകൂടാ, കാര്യമായ അഴിച്ചുപണികൾക്ക് വിധേയമാകാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. ശക്തമായ ഒരു മുന്നണിയായി അത് പ്രാരംഭഘട്ടത്തിൽ തോന്നിപ്പിച്ചെങ്കിലും അതിൻ്റെ ആന്തരിക ദൗർബല്യങ്ങൾ അതിനെ BJPക്ക് മുമ്പിൽ ഒന്നുമല്ലാതാക്കി തീർത്തു. ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും സീറ്റ് വിഭജനത്തിലും സീറ്റ് പങ്കുവെക്കലിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നീതി നടന്നോ എന്ന സംശയത്തിന്റെ പേരിൽ ചിലരൊക്കെ അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ഉണ്ടായി, ആം ആദ്മിയെ പോലെയുള്ളവർ. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിക്ക് അത് ഉദ്ദേശിച്ച ശക്തി കൈവരിച്ചില്ല എന്ന് മാത്രമല്ല, പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും BJPയുടെ വോട്ട് ഷെയർസ് ഇൻടാക്റ്റായി ശക്തമായി നിലകൊള്ളുകയും ഇന്ത്യ മുന്നണി പ്രതിനിധീകരിക്കുന്ന മതേതര സെക്യുലർ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു മിക്ക തെരഞ്ഞെടുപ്പുകളിലും. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ആസാമിലെയും മറ്റും റിസൾട്ടുകൾ. കേരളത്തിൽ മാത്രമാണ് ഇത്തവണ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനായത്. ബാക്കി സംസ്ഥാനങ്ങളെല്ലാം നഷ്ടമായി. ഈ അവസരത്തിൽ ആം ആദ്മി, AIMIM പോലെയുള്ള പ്രാദേശികം എന്നാൽ പ്രാദേശികതയ്ക്ക് അപ്പുറത്ത് തെരഞ്ഞെടുപ്പുകളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന പാർട്ടികൾക്ക് സ്വയം ജയിക്കാനായില്ലെങ്കിലും മതേതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള അവസരം സിദ്ധിച്ചു, കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്ന് വിട്ടുപോയത് മൂലം എന്ന് വേണമെങ്കിൽ പറയാം. BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് EVM കൃത്രിമമല്ല കാരണമെങ്കിൽ പിന്നെ അടുത്ത കാരണമായി കാണാവുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ അകത്തെ ദൗർബല്യങ്ങളാണ്. അവർക്ക് BJP ഇതര മതേതര കക്ഷികളെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള സംഘടനാ പാടവത്തിന്റെ കുറവാണ് BJPക്ക് ജയസാധ്യതകൾ ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് ചുരുക്കം. ഏതായാലും തെരഞ്ഞെടുപ്പ് സമവായങ്ങളിൽ ഇനിയും കാര്യമായ അഴിച്ചുപണികളും മാറ്റങ്ങളും ബന്ധങ്ങളും ഉരുത്തിരിയാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. കൊച്ചു കൊച്ചു പ്രാദേശിക പാർട്ടികളോട് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നതിന് പകരം കോൺഗ്രസ് കടുംപിടുത്തം, സീറ്റ് വിഭജനത്തിലും മറ്റും നടത്തിയ കടുംപിടുത്തം കാരണമാണ് BJPക്ക് ഇങ്ങനെ ജയിച്ചു കയറാനായത്, മതേതര വോട്ടുകൾ സ്പ്ലിറ്റായി പോയത് എന്ന വാദം ശക്തമായിരിക്കുമ്പോഴും കോൺഗ്രസ് അതേക്കുറിച്ച് വ്യക്തമായ ഒരു പ്രതികരണം നടത്താൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് കാണാം. കോൺഗ്രസിന് വേണമെങ്കിൽ തിരിച്ചു വരാനുള്ള നിരവധി സുവർണ അവസരങ്ങൾ BJP അധികാരത്തിലെത്തിയ ശേഷവും ഉണ്ടാവുകയുണ്ടായി. ചന്ദ്രബാബു നായിഡുവിനെ പോലെയോ നിതീഷ് കുമാറിനെ പോലെയോ ഉള്ള ആളുകളെ കൂടെ എങ്ങനെയെങ്കിലും നിർത്തണമായിരുന്നു കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്ത് അത്ര ശീലമില്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ അവരൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട മേച്ചിൽപ്പുറങ്ങൾ തിരഞ്ഞ് NDA സഖ്യത്തിൽ പോയി ചേർന്നത്. ശിവസേനയെ പോലും കൂടെ നിർത്താനായിട്ടുണ്ടെങ്കിലും മറ്റ് പല ദളിത് പിന്നോക്ക വിഭാഗ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും കോൺഗ്രസിന്റെ ഈ മുന്നണിയിൽ ഉൾപ്പെടുത്താനായിട്ടില്ല എന്ന് കാണാം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന
പിന്നോക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒന്നിപ്പിക്കാൻ ഏകോപിപ്പിച്ച് ഒരു രാഷ്ട്രീയ ശക്തിയാക്കി വോട്ട് ബാങ്കാക്കി മാറ്റി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രാപ്തി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. തിരഞ്ഞെടുപ്പിൽ BJP ജയിച്ചതിന്റെ കാരണങ്ങളെക്കാൾ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയും അവരുടെ ഘടകകക്ഷികളും തോറ്റത് എങ്ങനെ എന്ന കാരണങ്ങളാണ് കൂടുതൽ ആരായേണ്ടത് എന്ന് തോന്നുന്നു. കാരണം അതായിരിക്കും അവർക്ക് തെറ്റ് തിരുത്താനും പുനഃപരിശോധിക്കാനും ആത്മപരിശോധന നടത്തി തിരിച്ചു വരാനുമുള്ള അവസരമൊരുക്കുക. BJPയുടെ ജയപരാജയ കാരണങ്ങളെക്കാൾ സ്വന്തം ജയാപജയങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ഓരോ രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ തന്നെ 2 അവസരങ്ങൾ സിദ്ധിച്ച് 10 കൊല്ലം വിജയകരമായി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ പൂർത്തിയാക്കിയ ഇടതുപക്ഷ സർക്കാർ വളരെ ദയനീയമായിട്ടാണ് ഇത്തവണ പരാജയമടഞ്ഞത്. അവർ ഇപ്പോഴും ആ പരാജയത്തിന്റെ കൃത്യമായ കാരണങ്ങൾ വ്യക്തമാണെന്നിരിക്കെ പോലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞതുപോലെ പരാജയത്തിന്റെ കാരണങ്ങളെ മറ്റ് പല ദിശകളിലേക്കും മാറ്റാൻ നോക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്തുകൊണ്ടോ അവർ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മുന്നണി നേരിടുന്ന പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇടതുപക്ഷങ്ങൾക്ക് ഈ മുന്നണിയിലുള്ള വിശ്വാസ്യത ഏതാണ്ട് നഷ്ടപ്പെട്ട മട്ടിലാണ്. DMK അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടി എന്ന് വരെ അവർ ഒരു പടി മുന്നോട്ട് കയറി പറയുകയുണ്ടായി. കാരണം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പും അവിടുത്തെ ഒരു സിനിമാ നടന്റെ വിജയവും അതിനോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ കാലുമാറലും അവരെ പാടെ നിരാശരാക്കി. കോൺഗ്രസുമായുള്ള ബന്ധം തന്നെ വേണ്ട എന്ന രീതിയിലാണ് അവർ കഴിയുന്നത്. മതപാർട്ടികൾക്ക് എന്നും അവരുടെ മത രാഷ്ട്രീയം പറഞ്ഞാൽ മതി. പക്ഷെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറെ കൂടി ലിബറൽ, ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ രീതികൾ, പരിഷ്കരണങ്ങൾ അവരുടെ സ്വന്തം നിലപാടുകളിൽ കൈവരുത്താൻ നിർബന്ധിതരാണ് എന്ന് കാണാം. ഒരു മോഡേൺ ജനാധിപത്യ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ വിശ്വസിക്കുന്ന പാർട്ടിക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാലത്തിനനുസരിച്ച്. സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുസരിച്ച് അവരുടെ ആദർശ ആശയങ്ങളിൽ വ്യക്തമായ ജനകീയത കൈവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജൻസി വളരെ അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് ഈ പരീക്ഷാ ക്രമക്കേടുകളുടെയും ജോലിയില്ലായ്മയുടെയും മറ്റും പശ്ചാത്തലത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് യുവതലമുറ കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള സംരംഭങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന ഭാവമാണ് ഇതുവരെയായിട്ടും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ചു വരുന്നത്. BJP അതിനെ എതിർക്കുന്നു എന്ന പേരിൽ അതിനെ അവഗണിക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്ക് ചെറുതോ വലുതോ ആകട്ടെ അവർ ഉയർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായി സമീപിക്കാവുന്നതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു മൊസാദ് CIA സംരംഭമാണെന്നുള്ള ഒരു കോൺസ്പിറസി തിയറി സർക്കുലേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ ആണെന്നിരിക്കട്ടെ ഒരു വാദത്തിന് വേണ്ടി. എങ്കിലും ആ പാർട്ടി ഉയർത്തുന്ന ഇഷ്യൂകൾ, അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് കാണാം. ഉദാഹരണത്തിന് നമ്മുടെ പരീക്ഷാ ക്രമക്കേടുകൾ, നീറ്റിന്റെയും CBSEയുടെയും കാര്യത്തിൽ നടന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യുവതലമുറ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാവി എത്രമാത്രം ആപൽക്കരമായ ഒരു അവസ്ഥയിലേക്കാണ് നിബന്ധിച്ചിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടില്ലെന്ന് നടിച്ചും കാര്യമായ ഒരു പ്രക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ ഇതിന്റെ പേരിൽ നടത്താതെയും കഴിഞ്ഞുകൂടാനാവുന്നത് എന്നത് ആശ്ചര്യകരമായിരിക്കുന്നു. ഈ സമയത്താണ് ഒരു ഓൺലൈൻ ഹൈപ്പ് ആയി തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സറ്റേറിക്കൽ പേരിൽ ഈ ഒരു ജൻസികളുടെ ഒരു വിപ്ലവം സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അവരുടെ പാർട്ടിയുടെ പിന്നിലുള്ള സ്രോതസ്സുകൾ എന്തൊക്കെയോ അതൊക്കെ നമുക്ക് സാവകാശം നോക്കാവുന്നതാണ്. പക്ഷെ അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇഷ്യൂ ബേസ്ഡിലാണ് അവരുടെ ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് എന്ന് കാണാം. പ്രധാനമായും നീറ്റ് പരീക്ഷയിലുണ്ടായ ഗുരുതരമായ ആപൽക്കരമായ ക്രമക്കേടുകളെ മുൻനിർത്തിയാണ് അവർ ഇത് അവരുടെ ഫസ്റ്റ് പ്രകടനം പോലും കാഴ്ചവെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ അവരുടെ അരങ്ങേറ്റം കുറിച്ചത് തന്നെ നീറ്റ് പരീക്ഷയിലും മറ്റ് പരീക്ഷകളിലും വന്ന ക്രമക്കേടിന്റെ അടിസ്ഥാനപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി
രാജിവെക്കണമെന്ന മിനിമം പരിപാടിയിലാണ് അവരുടെ തുടക്കം. മാത്രമല്ല, ഇന്ത്യയുടെ അഖണ്ഡതയിലും ദേശീയതയിലും അഹിംസയിലും ഗാന്ധിയൻ അംബേദ്കറൈറ്റ് തത്വങ്ങളിലും അധിഷ്ഠിതമാണ് തങ്ങളുടെ നിലപാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും എന്ന് അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുമുണ്ട്. എന്നിട്ടും അവർ മൊസാദിന്റെയോ നമ്മുടെ CIA സൃഷ്ടിയാണെങ്കിൽ ആവട്ടെ, അവർ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യക്കാരന്റെ അടിസ്ഥാന വർഗങ്ങളുടെ, അവിടുത്തെ ഭാവി തലമുറയുടെ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളാണല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാവുന്നതാണ്. നമുക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് പറയാനുള്ളത്, ഇന്ത്യ മുന്നണി തകർന്ന് ഒരു പ്രതിപക്ഷം പേരിന് പോലും ഇല്ലാതാകുന്നതിനേക്കാൾ ശക്തമായ ഒരു പ്രതിപക്ഷം ഉയർന്നു വരട്ടെ. പക്ഷെ ആ പ്രതിപക്ഷം കുറെ കൂടി ക്രിയാത്മകത കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാരണം നിഷ്ക്രിയമായ വെറുതെ ഗ്രാഫിക് കാണിച്ച് സ്ഥിതി വിവരക്കണക്കുകൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ച് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയല്ല, വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിനെയാണ് ഇന്ത്യക്ക് ആവശ്യം. ഈ അവസരത്തിൽ ജനങ്ങൾക്ക് സ്ഥിതി വിവരക്കണക്കുകൾ എത്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാതെ ആ സ്ഥിതി വിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തുടർ പ്രക്രിയകൾക്ക്, തുടർ പ്രക്ഷോഭങ്ങൾക്ക്, തുടർ സമരങ്ങൾക്ക് വേദി ഉണ്ടാക്കാൻ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം. അതോടൊപ്പം നമ്മുടെ ഈ ജൻസി സമൂഹവും സഹകരിച്ച് സംഘടിച്ച് നമ്മുടെ പ്രതിപക്ഷ ശക്തിക്ക് ആക്കം കൂട്ടണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഓരോ ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹം ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇന്ത്യ മുന്നണി ശക്തി ആർജിക്കണം. അതിൽ നിന്നുള്ള വിട്ടുപോയവർ പോലും തിരിച്ചു വരണം. ഒപ്പം ജൻസികൾ ഉയർത്തുന്ന ഈ വിഷയങ്ങൾ, ഇതിനോടനുബന്ധിച്ച് അവരുടെ തന്നെ ശ്രദ്ധയിൽ പോലും പെടാത്ത മറ്റു ഗുരുതരമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശക്തമായ ഒരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കണം. നമ്മുടെ രാഷ്ട്രം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥകളിലേക്ക് പുരോഗതി പ്രാപിക്കട്ടെ. ജയ് ഹിന്ദ്.